ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ കൂടെ ആഹാരം കഴിക്കാൻ കയറുന്നത് എനിക്ക് യാതൊരു ആഗ്രഹവും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ കഴിക്കാം. മനസ്സിലായില്ല? ആധുനികന് ഇത് വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. റൈറ്റ്? ഞാൻ അമ്പലങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. ഭാര്യ വിശ്വസിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല. പരേച്ഛയെ അംഗീകരിക്കാതെ പറ്റില്ല. ശരിയല്ല? എനിക്ക് ജ്യോതിഷത്തിൽ യാതൊരു വിശ്വാസവും ഇല്ല. പക്ഷെ മകൻ്റെ കല്യാണം വരുമ്പോൾ ഭാര്യയും ഭാര്യയുടെ സഹോദരന്മാരും ഒക്കെ ഒരു ജ്യോതിഷിയെ വിളിച്ചുകൊണ്ട് വന്നാൽ നിന്ദിക്കുന്നത് മനുഷ്യന് ചേർന്നതല്ലാത്തത് കൊണ്ട് രാഹുവും കേതുവും ഒക്കെ നോക്കാൻ ഞാൻ അന്നേരം പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലായില്ല? ഇങ്ങനെ വരുന്ന പരേച്ഛകളും ഇതൊക്കെ എനിക്ക് നിങ്ങൾക്കും ഉള്ള സാധനമാണ്. ശരിയല്ല? എനിക്ക് യാതൊരു തലത്തിലും വേണ്ടിയിട്ടല്ല. എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ആശയഗതിക്കനുസരിച്ച് അവരോട് എനിക്ക് ഇഷ്ടമുണ്ട്. അതുകൊണ്ടത് സമ്മതിക്കുന്നു. വേറൊരാൾ വിളിച്ചതുപോലെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? മനസ്സിലായില്ല? അപ്പോൾ പ്രിയത്തിലെ ഒരു പരേച്ഛയും പ്രിയമോ അപ്രിയമോ ഇല്ലാത്ത പ്രകൃതിയുടെ ഇച്ഛ വരുമ്പോൾ ഒരബോധവും എന്നെ കർമ്മത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രിയവും ഇല്ല അപ്രിയവും ഇല്ല. എന്തുകൊണ്ടാ ചെയ്തതെന്ന് ചെയ്ത വേളയിൽ അറിയില്ല. ഇഷ്ടം പോലെ കർമ്മങ്ങളുണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് വളരെ നിർബന്ധപൂർവം നമുക്ക് തന്നെ താല്പര്യമെടുത്ത് നമ്മൾ ഒരു സ്ഥലത്ത് അന്യൻ്റെ പറമ്പിൽ വീണ് കിടക്കുന്ന ഒരു പശുവിനെ, മനസ്സിലായില്ല, കരകയറ്റി അതിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി, മനസ്സിലായില്ല, അപ്പുറത്ത് വെട്ടിത്തിന്നുന്നത് നമ്മളാ. അവസരം കിട്ടിയ 4 എണ്ണത്തിനെ വെട്ടി അടിക്കുന്ന നമ്മളാ ഇതിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുന്നത്. പക്ഷെ ഇത് പത്രത്തിൽ വരുമ്പോൾ നമ്മൾ കരുണാമയനും ഗംഭീരനും ഒക്കെ ആവും. ശരിയല്ല? മറ്റത് പത്രത്തിൽ വന്നാൽ നമ്മൾ വളരെ മോശക്കാരനും ആവും. ഇത് പത്രത്തിൽ വരുമ്പോൾ ഞാൻ സിദ്ധനും, അത് പത്രത്തിൽ വരുമ്പോൾ ഞാൻ മോശക്കാരനും, അത് പത്രത്തിൽ വരുന്നവൻ മോശക്കാരനും, ഇത് പത്രത്തിൽ വരുന്നവൻ നല്ലവനും. ഇങ്ങനെയാണല്ലോ നമ്മുടെ എല്ലാ അതെ. ആ തിക്കിക്കൊണ്ടിരുന്ന ഒരു വണ്ടിക്കാരൻ നാളെ നിങ്ങളുടെ വീടിൻ്റെ അടുക്കൽ കൂടെ പോകുമ്പോൾ ഈ തിക്കിക്കൊണ്ടുവന്നത് പത്രക്കാർ കണ്ടിട്ടില്ല, അവൻ്റെ രൂപവും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വെച്ചൊരു കാളയെ അവൻ തന്നെ സംരക്ഷിച്ചാൽ, വെട്ടുകാരനായ അവൻ തന്നെ സംരക്ഷിച്ചാൽ നാളെ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയവനും ആവും. എല്ലാ പത്രവും കൂടി അവനെ പ്രശംസിച്ചൊന്ന് എഴുതുകയും ചെയ്താൽ മതിയാവും. ഞാൻ പറഞ്ഞ ഉദാഹരണം അപര്യാപ്തമാണ്. പര്യാപ്തമാണ്. അപ്പോൾ അവിടെ ഒരു അനിച്ഛയുണ്ട്, നമ്മെ ഭരിക്കുന്ന ഒരു അനിച്ഛയുണ്ട്. എന്തുകൊണ്ടത് ചെയ്തേ? ആലോചിച്ച് നോക്കിയാൽ എൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു സാധ്യതയില്ല. പക്ഷെ അങ്ങനെ ഒരു നല്ല കർമ്മം ചെയ്തപ്പോഴേക്ക് ഞാൻ ലോകോത്തരനായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വല്ലാത്ത ചിരി വരുന്നുണ്ടാവും. അതിനു മുമ്പ് ചെയ്ത് കാണിച്ചതൊന്നും ലോകം അംഗീകരിക്കാതിരിക്കുകയും ഈ ഒരെണ്ണത്തെ പിടിച്ച് അംഗീകരിക്കുകയും ഇനി പഴയ പോലെ ജീവിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന എൻ്റെ ഒരു വിഷമം. മനസ്സിലായില്ല? പെട്ട് കഴിഞ്ഞാലാണ് അറിയുന്നത്. ഒരു തൊഴിലൊന്നുമില്ലാതെ അന്വേഷിച്ച് നടന്നതാ. ഒരു തൊഴിലും കിട്ടാതെ വന്നപ്പോൾ തൊഴിൽ അന്വേഷിച്ച് പോയിരുത്താൻ വളരെ സ്നേഹിച്ചൊരു പെങ്കൊച്ച്, അതിനെ കല്യാണം കഴിക്കാൻ കാശുമില്ലാത്ത ഒരുത്തൻ. അവളുടെ വീട്ടുകാരാണെങ്കിൽ വല്ല തൊഴിലും ഒക്കെ കൊണ്ടുപോയി എന്നിട്ട് നമുക്ക് ആലോചിക്കാവുന്നൊരു വാക്കും പറഞ്ഞപ്പോൾ പോയതാണ്. അങ്ങനെയാണ് ആർ കെ നാരായണൻ്റെ പ്രസിദ്ധമായ ഗൈഡിൽ പറയുന്നത്. നോവലിലെ കഥയാണ്, ചിലപ്പോൾ ശരിയാവാം. ഇയാൾ നേരെ പോയി ഒരു വഴിയില്ലാതിരിക്കുമ്പോഴാണ് പതുക്കെ കുറേ ആളുകൾ ഗോപുരത്തെ ഇരിക്കുന്നതുണ്ട്. അവിടെ ആളുകളുണ്ട്, ഭക്ഷണം കൊടുക്കുന്നു, ബഹുമാനിക്കുന്നതും ഒക്കെ ചെയ്യുന്നു, കാവ്യമൊക്കെ കൊടുത്ത് കുറേ ആളുകളിരിക്കുന്നു. ഇന്നത്തേക്ക് ഇതിൻ്റെ ഇടയിലെങ്ങാനും കയറി ഇരിക്കാമെന്ന് തീരുമാനിച്ചു. ഇടയിലിരുന്നപ്പോൾ ഇയാളുടെ ഈ വസ്ത്രമൊക്കെ കണ്ടപ്പം ഭക്ഷണമൊന്നും കൊടുത്തില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി വസ്ത്രം മാറിയില്ലെങ്കിൽ ഭക്ഷണം കിട്ടുന്ന മട്ടില്ല. അയാളതിൽ ഒരാൾ കുളിക്കാനായിട്ട് കരയ്ക്കെടുത്ത് വെച്ച വസ്ത്രം കൊടുത്ത് അയാൾ നേരെ
സുഖമായിട്ട് ഗോപുരത്തെ കൂടെ കൂടി നേരെ അവിടെ ഇരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇയാൾക്കൊരു തേജസ്സൊക്കെ ഉണ്ട് മുഖത്ത്. ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആളുകളൊന്നും നോക്കാൻ മാത്രമുണ്ട്. അപ്പോൾ വരുന്ന ആളുകളൊക്കെ ഇയാളുടെ അടുക്ക പ്രത്യേകം വരാൻ തുടങ്ങി. ആളുകളിങ്ങനെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് ഇയാൾ ഉയർന്നില്ലെങ്കിൽ മോശമാണ്, ഇയാൾ ഉയരാൻ തുടങ്ങി. അങ്ങനെയായപ്പോൾ നാട്ടിൽ മഴയില്ലാതായിട്ട് കുറേ കാലമായി. അപ്പോൾ ആളുകൾ വന്ന് ഇയാളോട് ചോദിച്ചു, മഴ? അയാളാകെ ഒന്ന് തലയൊക്കെ കറക്കി കണ്ണൊക്കെ മുകളിലേക്ക് പോയിട്ട് പറഞ്ഞു, 41 ദിവസം ഒരാൾ നിരാഹാരമിരുന്ന് ഭജനം ചെയ്ത് കഴിയുമ്പോൾ ഈ ദേവി കടാക്ഷിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്നു. അത്ഭുതകരമായി നാട്ടുകാർ ചേർന്നൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. സ്വീകരണ കമ്മിറ്റി, പ്രോജക്റ്റ് കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി. പക്ഷെ അവർ തെരഞ്ഞെടുത്തത് ഉപവാസം ഇരിക്കാൻ ഇയാളെയാണ്. വില്ലന്മാരാണ്, ഇനി ഊരാൻ പറ്റില്ല. ഇയാൾ അവിടെ ഇരുന്ന് പൂജയും ചെയ്ത്, പുഷ്പങ്ങളൊക്കെ ധാരാളം വരും, അതിങ്ങനെ പൂജ ചെയ്യും, നിവേദ്യം വരും, അതൊക്കെ ഇങ്ങനെ ദേവിക്ക് അർച്ചിക്കും. ഇത് കഴിഞ്ഞ് കമ്മിറ്റിക്കാരെടുത്തുകൊണ്ട് പോയി അവർ കൂട്ടായിട്ടിരുന്ന് തിന്നും. ഇയാളിങ്ങനെ ഇരിക്കുകയാണ്. ഈ ആഹാരം അങ്ങോട്ട് കഴിക്കാൻ അങ്ങ് വെമ്പൽ കൊള്ളുന്നുണ്ട്. 20-ാം ദിവസമായപ്പോൾ ഗംഭീരമായിട്ട് നാട്ടിലെ പത്രങ്ങളും ചാനലുകളും ഒക്കെ വന്നു. 25ആയി, 29ആയി. അപ്പോൾ ഇങ്ങനെ നാട്ടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകുകയാണ് ഈ ദിവ്യനെ കാണാൻ. 29-ാം ദിവസം 30-ാം തീയതി പുലരുന്നതിന് മുമ്പ് മേഘം ഉരുണ്ടുകൂടാൻ തുടങ്ങി. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, അത്ഭുതമാണ്. 30-ാം ദിവസം പ്രഭാതത്തിൽ അയാൾ എന്ത് ഇതുകൊണ്ടും ജീവിച്ചിരിക്കണമെങ്കിൽ അന്നം കഴിക്കണം എന്നോർത്ത് അന്നം വാരാൻ തുടങ്ങി. വാരിയെടുക്കുമ്പോൾ ക്യാമറകളിൽ നോക്കി അയാൾ ദേവിയിലേക്ക് അർച്ചിക്കുക. ഒന്നും ചെയ്യാനാവില്ല. ഭക്തി ബഹുമാനത്തോടെ ജനം അയാളെ അതാക്കിയിരിക്കുകയാണ്. അത് അർച്ചിച്ച് തീരുമ്പോൾ അയാൾ പുറകോട്ട് മറിഞ്ഞു വീണ് മരിക്കുകയും മഴ പെയ്യുകയുമാണ്. പണ്ടയാൾ സ്നേഹിച്ച കുട്ടിയും അവിടെ വന്ന നെഞ്ചിലേക്ക് വീണ് മരിക്കുക. ഇതാണെന്ന് തോന്നുന്നു ആർ.കെ. നാരായണൻ്റെ പ്രസിദ്ധമായ ഗൈഡ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ദ ഗൈഡ് കേട്ടിട്ടേ ഇല്ല. സിനിമയുമാക്കിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ സാധനം സീരിയലായിട്ട് വന്നു. ഇങ്ങനൊരു സാധനം ഉണ്ട്. എന്തായാലും ഏതാണ്ട് അതിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്. പണ്ട് വായിച്ചതാണ്. കഥയിൽ അല്പസ്വല്പം മാറ്റമൊക്കെ കാണും. ഏതാ കഥാപാത്രം? രാജു എന്നാണ്. അപ്പോൾ പണ്ടങ്ങ് വായിച്ചതാണ്. അപ്പം അതിൻ്റെ ആദ്യകാലത്ത് വായിച്ചത്. അതുകൊണ്ട് കഥ മുഴുവനൊന്നും ഓർത്തിരിപ്പുണ്ടാവില്ല. എങ്കിലും ഈ സന്ദർഭം വന്നുകൊണ്ട് പറയുക. അപ്പോൾ ഒരു കർമ്മരംഗത്തേക്ക് ഒരുത്തൻ കയറുമ്പോൾ പ്രകൃതിയും അയാൾ ഇച്ഛിക്കാതെ അയാളെ കൊണ്ടുപോകുന്നൊരു ലോകം ഉണ്ടാവും. ഇനിയും മനസ്സിലായില്ല? അനിച്ഛാപൂർവകം. ക്ലിയറായി? അപ്പോൾ സ്വേച്ഛയുണ്ട്, പരേച്ഛയുണ്ട്, അനിച്ഛയുണ്ട്. കർമ്മത്തിൻ്റെ സ്വേച്ഛാതലങ്ങളിൽ, കർമ്മത്തിൻ്റെ പരേച്ഛാതലങ്ങളിൽ, കർമ്മത്തിൻ്റെ അനിച്ഛാതലങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും കർമ്മം ജന്മജന്മാന്തരങ്ങളുടെ മലഭാണ്ഡമാണ്. അതും പേറി അകലെ എങ്ങോ കാത്തിരിക്കുന്ന തന്നിലേ തന്നെ കറുത്ത മുക്കുവനെ തേടിപ്പോകുമ്പോൾ ഈ ഭാണ്ഡം എവിടെയെങ്കിലും ഉപേക്ഷിച്ചേ മതിയാവും. ഉപേക്ഷിക്കുവാനുള്ള ഭാണ്ഡം മാത്രമാണ് ഈ കർമ്മവാസനകളും കർമ്മങ്ങളുമെന്ന് തിരിച്ചറിയുമ്പോഴാണ് അന്തരംഗ സാധനയുടെ ഉൾവിളി ജിജ്ഞാസാപൂർവം കടന്നു വരുന്നത്. അതുവരെ കർമ്മത്തോടുള്ള മമത ഏത് ആശ്രമത്തിലായിരുന്നാലും, ഏത് വർണ്ണത്തിലായിരുന്നാലും, ഏത് വ്യവസ്ഥാപിത സമൂഹത്തിലായിരുന്നാലും തൻ്റെ അഭിമാനവും തൻ്റെ നിർബന്ധവും തൻ്റെ നേട്ടവും താൻ അതിൽ വലിയവനാണെന്നുള്ള ഭാവവും അതിനു വേണ്ടിയുള്ള ലോകത്തിൽ നിന്നുള്ള അംഗീകാരത്തിനുള്ള ആഗ്രഹവും ദാഹവും എല്ലാം കലർന്ന ഒരു ഭാവം മാത്രമാണ്.
ഇസ് ഇറ്റ് റൈറ്റ്? എനിക്കും നിങ്ങൾക്കും എന്നോ എന്നിൽ കടന്നുകൂടിയ ഒരജ്ഞാനത്തിൻ്റെയും എന്നിൽ രൂപാന്തരപ്പെട്ട ഒരു വാസനയുടെയും എൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളുടെ താതാത്മ്യത്തിൻ്റെയും വടു മാത്രമാണ് ഈ കർമ്മങ്ങളെന്ന്, അവയെ പോഷിപ്പിക്കുന്ന പ്രോത്സാഹനത്തിൻ്റെ പദതല്ലജങ്ങളെന്ന്, അവയിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്ന എൻ്റെയും ലോകത്തിൻ്റെയും നിലയെന്ന് തിരിച്ചറിയാതെ അവ എൻ്റെ നേട്ടമാണെന്ന്, അവ കാലഘട്ടങ്ങളുടെ നേട്ടമാണെന്ന്, അവ എൻ്റെ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒക്കെ നേട്ടമാണെന്ന്, അവയിലാണ് ലോകം നാളെ പുരോഗമിക്കുന്നതെന്ന്, അവയിലൂടെയാണ് പുതിയൊരു സന്ധ്യ ഉളവാകുന്നതെന്ന് ഒക്കെ ഞാൻ വ്യാമോഹിക്കുമ്പോൾ, എൻ്റെ കൂടെയുള്ളവർ വ്യാമോഹിക്കുമ്പോൾ, അതിനെ പ്രശംസിക്കുമ്പോൾ, അതിനായി അവാർഡുകളും മറ്റ് കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ, ആ ലോകമാകെ അജ്ഞാനത്തിൻ്റെയും ബഹിരംഗ സാധനയുടെയും ലോകമാണെന്നും അത് അന്തരംഗ സാധനയെ കെടുത്തുകയും കൂടുതൽ കടുത്ത അജ്ഞാനത്തിലേക്ക് നയിക്കുന്നു എന്നും നാം അറിയുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബഹിരംഗ സാധനയുടെ സ്വരൂപം അത്ര വിസ്തൃതമാണ്. ഈ ദിശയിലുള്ള ഒരു അന്വേഷണവും പഠനവും നിങ്ങൾ പുറപ്പെടുമ്പോൾ പ്രതീക്ഷിച്ചുവോ എന്നെനിക്കറിയില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനിങ്ങോട്ട് പോരുമ്പോൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെ വന്നിരിക്കുമ്പോഴും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ വിഷയം ചോദിക്കുമ്പോഴും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ അന്വേഷണം ചാരുവാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടും ആയില്ല. ഇത് പഠിക്കാതെ ഒരു സാധനയും ഫലവത്താവില്ലെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ട് തലച്ചോറിൽ കിടക്കുന്നത്. എന്തു തോന്നുന്നു നിങ്ങൾ ചെയ്യുന്ന സാധനകളുടെ ലോകം പരിശോധിച്ചാൽ? സാധനകൾ പോലും കർമ്മത്തെ കൂടുതൽ വീര്യമുള്ളതാക്കുമെന്നും കർമ്മരംഗത്ത് വിജയിക്കാൻ പറ്റുമെന്നും കർമ്മകുശലനാവുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും ഒക്കെ ബഹിരംഗ സാധനകളെ വെച്ചുകൊണ്ട് ലോകം പറയുമ്പോൾ കർമ്മത്തെയും സാധനയെയും എല്ലാം ഭരിക്കുന്ന ഒരു അബോധമുണ്ടെന്ന് അംഗീകരിക്കാതെയുള്ള ഈ പോക്ക് കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിൽ നമ്മെ കൊണ്ട് എത്തിക്കുമോ? വൈയക്തികമായും സാമൂഹികമായും മാനവൻ്റെ കണക്കുകൂട്ടലുകൾ പ്രകൃതി സത്വവും രജസ്സും തമസ്സുമായി മാറി നിന്ന് അടിച്ച് തകർത്ത് അഭിമാനികളെ വെന്ന് മുന്നേറുമ്പോൾ അഭിമാനം ഒരു മായാ മരുമരീചികയായി തീരുന്നുണ്ടാവുമോ? വ്യക്തിയുടെ അഭിമാനങ്ങളും ജാതിയുടെ അഭിമാനങ്ങളും സംഘടിത ശക്തിയുടെ വിവിധ അഭിമാനങ്ങളും രാഷ്ട്രത്തിൻ്റെ അഭിമാനങ്ങളുമെല്ലാം കേവലം അറിവിൻ്റെ ഈ ലോകത്ത് ഒരു മരുമരീചികയും അതേപോലെ തന്നെ അതിനനുഗുണങ്ങളെന്ന് വിളയാടി പറയുന്ന കർമ്മങ്ങൾ അത്രയും വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെ മലഭാണ്ഡങ്ങളുമായി തീരുന്നുണ്ടാകുമോ? ചിന്തനീയമായ ഈ ഒരു സത്യം അപഗ്രഥിച്ചിട്ടു വേണം അന്തർയോഗ സാധനയിലേക്ക് വ്യക്തി കടന്നു ചെല്ലാൻ.
കേട്ടിട്ട് സന്തോഷമാണ്. അത് തീർച്ചയായും കർമ്മം ഒറ്റയ്ക്കേ ഉള്ളൂ, ഇറങ്ങും, കയറും. തീർച്ചയായും അതിന് തർക്കമില്ല. ഇത് മുറിക്കുക എന്നുള്ളത് ധീരന്റെ മാത്രം ലക്ഷണമാണ്. അറക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. ധീരൻ മാത്രമാണ് ഇതിൻ്റെ വഴി അറുക്കുന്നത്, അറിയാതെ, വേദനിക്കാതെ, വേദനിപ്പിക്കാതെ, സന്തോഷപൂർവം. ഒരു സ്ത്രീ അവളുടെ നേരെ നിങ്ങൾ നോക്കുമ്പോൾ വന്നോളൂ, ഇരുന്നോളൂ, കഴിച്ചോളൂ, എന്താണെന്ന് ചോദിച്ചോളൂ എന്ന മട്ടിൽ സൗമ്യശീലയായി നിൽക്കുമ്പോഴും ഏതോ ഒരു അദൃശ്യ ശക്തി അടുത്തേക്ക് പോകണ്ട എന്ന് നിങ്ങളോട് പറഞ്ഞ് അകറ്റുന്നു എങ്കിൽ അവൾ നിങ്ങളുടെ ബന്ധം മുറിക്കുന്നത് കൊണ്ടല്ല, നിങ്ങൾ നിങ്ങളുടെ ബന്ധം മുറിക്കുന്നത് കൊണ്ടാണ് അവൾ രക്ഷപ്പെടുന്നത്. ആ രക്ഷ പൂർണ്ണമാണ്. Am I right? ആ രക്ഷ പൂർണ്ണമാണ്. അതിനെ അവളുടെ അകത്തെ പതിയിൽ വ്രതമുള്ളവൾ എന്ന അർത്ഥത്തിൽ പതിവ്രത എന്ന് വിളിക്കും. മനസ്സിലായില്ല? അതല്ലെങ്കിൽ ഒട്ടേറെ വിഷയലോകങ്ങളാകുന്ന പതികളാൽ ചുറ്റപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ പതിവ്രത എന്ന് വിളിക്കും. മനസ്സിലായില്ല? അച്ചടി പിശാചു വന്നാൽ രണ്ടുമായി. വാക്കുകൾ തമ്മിൽ ഈഷത് ഭേദമേ ഉള്ളൂ. ഇത് നന്നായി അറിഞ്ഞവരാ നമ്മുടെ പൂർവികർ, നമ്മളറിഞ്ഞില്ലെങ്കിൽ കൂടി. അതുകൊണ്ട് ഇത് എങ്ങനെയാണിത് മുറിക്കുക? കേട്ടിട്ട് നിങ്ങൾ വീട്ടിൽ പോയി സാധന ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണ് നിങ്ങളുടെ സാധന? അവനെ അടുപ്പിക്കണ്ട, വേണ്ട, അബന്ധം വേണ്ട. അപ്പം അത് വേണ്ടെന്നേ അർത്ഥമുള്ളൂ. അതിനേക്കാൾ കൂടിയ വേറെണ്ണം വേണമെന്നാ. അതുകൊണ്ടാണ് ഏത് ഇതിനകത്ത് പെട്ടാലും പെട്ടതിൽ നിന്ന് നിങ്ങൾ മോചനം നേടിയാൽ അതിലും വലുതിൽ പെട്ടുകിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? ഒരു കാലിലെ കുരുക്ക് അഴിച്ചുവിട്ടു എന്ന് വിചാരിക്കുമ്പോൾ രണ്ട് കാലിലും കുരുക്ക് വീണിട്ടാണ് ഇത് അഴിച്ചിരിക്കുന്നത്. അല്ലാതെ അഴിക്കാനാവില്ല. ധീരൻ കുരുക്കഴിക്കുന്നത് അങ്ങനെയല്ല. അതില്ലാതാവുക, അവൻ്റെ അറിവിൽ ഭസ്മമാവുകയാണ്. അതുകൊണ്ട് ഇതിന് സാധന എന്ന് പറയുന്നത് വെറും ലൗകികമായി കരുതിയ പോരാ. ഉദാഹരണം പോലെ ചാരുവായി പോണം. നിങ്ങളുടെ അച്ഛനോട് നിങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമ്പോഴും നിങ്ങൾക്കൊന്നും പറയാനാവാത്തത് അച്ഛൻ്റെ ആന്തരിക ശക്തി കൊണ്ടാണ്. Am I right? നിങ്ങളുടെ അച്ഛനെ കിട്ടിയാൽ പലതും പറയാൻ നിങ്ങൾ ചെല്ലും. പറയാൻ പറ്റില്ല. എല്ലാം പറയാവുന്ന ഒരു അച്ഛനെ, എല്ലാം മൂളിക്കേൾക്കുന്ന ഒരു അച്ഛനെ കിട്ടിയാൽ മനസ്സിലായില്ല, നിങ്ങൾക്ക് തുടർന്ന് എല്ലാം ചെയ്യാവുന്ന ഒരു ലൈസൻസ് ഉണ്ടാവും. നിങ്ങളുടെ കാഴ്ചശക്തികൾ നഷ്ടപ്പെടും, നിങ്ങളുടെ കേൾവി ഇല്ലാതാവും, നിങ്ങളുടെ അന്ധത കൂടും. അവസാനം അച്ഛനും മകനും ഒരുമിച്ച് അപകടത്തിലെത്തും. അച്ഛനും മകനും ഒരുമിച്ച് അപകടത്തിലെത്തും. അച്ഛനും രക്ഷിക്കാനാവില്ല. Am I right?
പഴയ കാലത്ത് ഈ അന്തരംഗ സാധനയിലാണ് അച്ഛൻ ഉയിർ കൊണ്ടുവന്നത്. ഇന്ന് അച്ഛൻ സുഹൃത്താണ്. ഇന്ന് അച്ഛൻ മാത്രമല്ല, മറ്റെല്ലാമാണ്. അച്ഛൻ അമ്മയാണ്, അച്ഛൻ അമ്മൂമ്മയുമാണ്. അച്ഛൻ മാത്രമല്ല. Is it right? Is it right? പൂർണ്ണമായ സ്വാതന്ത്ര്യം പൂർണ്ണമായി നിലനിൽക്കുമ്പോഴും സ്വന്തം വാസനകൾ തടയുന്നൊരു അസ്വാതന്ത്ര്യം. Is it right? ഇല്ല. അതിലാ ഇതിൻ്റെ സാധന. അതിൻ്റെ വൈകാരിക തന്തുക്കൾ വളരെ ലോലങ്ങളാണ്. വൈചാരിക വിദ്യാഭ്യാസത്തിൽ ഇതിന് പദ്ധതികളില്ല. ഇതിൻ്റെ പദ്ധതികൾ അത്രയും വൈകാരിക വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങളിലാണ്, ഇമോഷണൽ ലിറ്ററസിയുടെ തലങ്ങളിൽ. അതുകൊണ്ട് ആധ്യാത്മിക ലോകത്ത് ബൗദ്ധിക വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രസക്തിയില്ല. എപ്പോൾ നിങ്ങളുടെ ആധ്യാത്മിക ലോകം ഉണരുന്നുവോ അവിടെ ബുദ്ധി അപ്രധാനമാവുകയും ഹൃദയം പ്രാധാന്യമുള്ളതായിത്തീരുകയും ചെയ്യും. വിദ്യാഭ്യാസത്തെ യുക്തിഭദ്രങ്ങളെന്നോ യുക്തി അധിഷ്ഠിതങ്ങളെന്നോ യുക്തി അതീതങ്ങളെന്നോ ഒക്കെ വ്യാഖ്യാനിച്ചേക്കാവുന്ന യുക്തിയുടെ സീമകളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഹൃദയത്തിൻ്റെ സജീവവും സലളിതവുമായ ലോകങ്ങളിൽ സേചനം ചെയ്ത് പരിശുദ്ധമാക്കുമ്പോൾ, പരിപൂരിതമാക്കുമ്പോൾ ആത്മവിഭൂതിയുടെ അന്തരിന്ദ്രിയ ദൃഷ്ടികൾ ഉണർന്നു വരും. അവിടെ സജീവമായ സചേതനമായ ചേതോമുഖന് എങ്ങോട്ടും വികസിക്കുവാൻ കഴിയുന്ന ഒരു ലളിതമായ വൈകാരിക വിദ്യാഭ്യാസമുണ്ട്. വൈകാരിക സാക്ഷരത. ഇല്ല. ഒരമ്മ രാവിലെ എല്ലാവർക്കും ആഹാരം കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും കഴിച്ചു എന്നുറപ്പുവരുത്തി ആഹാരം എടുത്തു വെച്ച് കഴിക്കാനിരിക്കുമ്പോൾ കിടാവിന് വെള്ളം കൊടുത്തില്ല. അത് പട്ടിണിയായി കാണും. ദൈവമേ, കൊച്ചു കിടാവാണ്. ആഹാരോടെ ഇട്ടിട്ട് ഓടിപ്പോയി അതിന് വെള്ളം കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വന്നു. ആഹാരം കഴിക്കാനിരിക്കുന്നത് ഏത് തലത്തിലാണ്? അതൊരു കിടാവല്ലേ, മൃഗം, മനുഷ്യനെ പോലാണോ? ഞാനിതൊന്ന് കഴിക്കട്ടെ. ഇതേത് തലത്തിലാണ്? മനസ്സിലായില്ല. പദങ്ങൾ ഒട്ടേറെ എണ്ണം ഇതിനോട് സാദൃശ്യമുള്ളതുണ്ട്. ഇതിൻ്റെ അടുത്തു വരെ വരുന്ന ഒരുപാട് പദങ്ങൾ ആംഗലേയ ഭാഷയിലും മലയാള ഭാഷയിലും സംസ്കൃത ഭാഷയിലും ഒട്ടേറെ പദങ്ങളുണ്ട്. ഞാനതിനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഷ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. വൈകാരിക സാക്ഷരത. ആ കുഞ്ഞു കിടാവിന് ഈ പട്ടിണിയായ അമ്മ വെള്ളം കോരി കൊടുക്കുമ്പോഴും അത്
ആ കാളക്കുട്ടി ആ പിണ്ണാക്ക് വെള്ളത്തിനടിയിലേക്ക് അതിൻ്റെ മോന്ത കൊണ്ടുപോയി ഇനിയും ലയിച്ച് കഴിഞ്ഞിട്ടില്ലാത്ത ഖരരൂപത്തിലുള്ള പിണ്ണാക്കിൻ്റെ അംശങ്ങൾ തിന്നാനൊരുങ്ങുമ്പോൾ വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിച്ചിട്ട് വേണ്ട ഈ സത്തായ പിണ്ണാക്ക് തിന്നാനെന്ന് അതിന് തോന്നി. അത് ആ പിണ്ണാക്ക് തന്നെ തിന്നാൻ അതിൻ്റെ മോന്ത മുക്കുമ്പോൾ അമ്മ അറിയാതെ ലാളിത്യത്തോടെ അടിയിൽ നിന്ന് ആ പിണ്ണാക്ക് വെള്ളത്തിൻ്റെ മുകളിൽ പതുക്കെ പൊക്കിക്കൊണ്ടുവന്ന് തൻ്റെ കയ്യിൽ വെച്ച് കയ്യെ കൂടെ കടിച്ച് അത് തിന്നുമ്പോൾ അനുഭവിക്കുന്ന ഒരു രോമാഞ്ചവും ആ മാറിടം ചുരക്കുന്നതും അത് കാളയാണെന്നോർത്തല്ല, അത് കാളക്കുട്ടിയാണെന്നോർത്തല്ല, തൻ്റെ കുഞ്ഞുമായി താതാത്മ്യം പ്രാപിക്കുന്ന, അതിൻ്റെ ജീവനുമായി താൻ തന്നെ താതാത്മ്യം പ്രാപിക്കുന്ന വൈകാരിക അവസ്ഥയുടെ അത്യന്ത സുന്ദരമായ ഒരു ലോകത്തുകൂടി ഒരു നിമിഷം അമ്മ കടന്നു പോകുമ്പോൾ ചുരക്കുന്ന മാറിടത്തിൽ നിന്ന് 1000 രോഗങ്ങളാണ് ഒന്നിച്ചിറങ്ങിപ്പോവുക. അത് ചുരക്കാത്തവരുടെ ബ്രസ്റ്റ് മുറിച്ചെങ്കിൽ അത് വൈകാരിക സാക്ഷരതയുടെ കുറവാണ്, അറിവിൻ്റെ കൂടുതലല്ല. മനസ്സിലായില്ല? ഇതിന് നിങ്ങൾ സിറ്റിയിൽ ജീവിച്ചാൽ പറ്റില്ല. കാരണം അവിടെ ഈ കിടാവിനെ വളർത്താനാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അന്തരംഗ സാധനം കിട്ടില്ല. ഇതൊരു ഗ്രാമീണ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ്. ഇത് നൈസർഗിക ചോദനയുടെ അന്തസ്ഥ ചൈതന്യമാണ്. ഇനിയും ജന്മങ്ങൾ ഉണ്ടാവട്ടെ, ഇനിയൊരിക്കലെങ്കിലും ഗ്രാമീണതയെ പുലുകി ജീവിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഗ്രന്ഥസമുച്ചയങ്ങളുടെ അലകും പിടിയും അഴിച്ചു പറിച്ചു പഠിച്ചാൽ കിട്ടില്ല. ഈ അമ്മയുടെ അതേ വേദനയാണ് തൻ്റെ അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ ജോലിക്ക് പോയ അച്ഛൻ ഏൽപ്പിച്ചു പോയ മുട്ടുശാന്തിക്ക് പൂർണ്ണമായി ഇനിയും പൂജകൾ പഠിച്ചിട്ടില്ലാത്ത പുത്രൻ സങ്കല്പങ്ങളുമായി ചെന്ന് പൂജാനിവേദ്യങ്ങൾ വെച്ച് ഭഗവാനോട് സ്വീകരിക്കാൻ പറയുമ്പോൾ സ്വീകരിക്കാത്ത ഭഗവാനെ നോക്കി കരഞ്ഞ് നെഞ്ചത്തലച്ച് നീ കഴിച്ചില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ വിഗ്രഹത്തെ ചൈതന്യധന്യമാക്കി ഇറങ്ങി വന്ന് അതിൽ നിന്നൊരു രൂപം ആ പ്രസാദം കഴിച്ചു എന്ന് പറയുന്നത് മനസ്സിലായില്ല. അതവൻ്റെ അച്ഛൻ ഒരിക്കലും കാണാൻ യോഗം ഉണ്ടാവില്ല. കാരണം അച്ഛൻ്റെ സാക്ഷരത വൈചാരികമാണ്. ഈ കഥ വായിച്ചാൽ കഥയായി മാത്രമേ നിങ്ങളുടെ തലയിൽ കയറുള്ളൂ, അത് അനുഭവമായി കയറില്ല. കാരണം നിങ്ങൾക്ക് വൈചാരിക സാക്ഷരതയുള്ളൂ, വൈകാരിക സാക്ഷരതയില്ല. മനസ്സിലായില്ല? അതിപ്പോഴും ഉള്ളവരുണ്ടാവും, അവർക്കുള്ളതായി ലോകം. അവരൊരു പ്രത്യേക യുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മളൊക്കെ ഒന്നിച്ച് ഒരു നാട്ടിലൊക്കെ ജീവിക്കുക, ഒരേ തരത്തിലുള്ള ആഹാരമൊക്കെ കഴിക്കുക, രാവിലെ ചായ കുടിച്ചു, പുട്ടും കടലയും കഴിച്ചു, അല്ലെങ്കിൽ ഉപ്പുമാവ് കഴിച്ചു, ഉച്ചയ്ക്കിനി ചോറും കറിയൊക്കെ കഴിച്ചു, ഒരേപോലുള്ള സാധനമൊക്കെ കഴിച്ചു, ഒരേപോലെ ജീവിച്ചു, ഒരേപോലെ വസ്ത്രം ധരിച്ചു ഒക്കെയാണ് ജീവിക്കുന്നതെങ്കിലും ഈ സാക്ഷരത വൈകാരികമാവുമ്പോൾ അതിൻ്റെ ലോകങ്ങൾ രണ്ടാണ്. മനസ്സിലായില്ല? യുഗങ്ങളുടെ അന്തരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരേ യുഗത്തിൽ പോലുമല്ല. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളിപ്പം കലികാലത്തിൽ ജീവിക്കുന്നു, അല്ല, ചില സത്യയുഗത്തിലാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ കള്ളം കേൾക്കേണ്ടി വന്നിട്ടില്ലാത്തവരുണ്ട് ഈ ലോകത്ത്. ഇന്ന് വരെ ഒരു കള്ളവും പറയേണ്ടി വന്നിട്ടില്ലാത്തവരുണ്ട്. മനസ്സിലായില്ല? അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റുകയില്ലെന്നാ ഉത്തരം. മനസ്സിലായില്ല?
നമുക്ക് പറ്റുകയില്ലാത്തത് കൊണ്ട് ആർക്കും പറ്റുകയില്ലെന്ന് നമുക്ക് തീരുമാനിക്കുകയും ചെയ്യാം. ബട്ട് ലോകം അങ്ങനെയല്ല. മനസ്സിലായില്ല? കാരണം നമ്മുടെ ഭാഗ്യവും ദൗർഭാഗ്യവും പോലെ നാം വന്ന് വീഴുന്നതായി ചുറ്റുപാട്. ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നുകയില്ലേ, ഇവനെ പ്രസവിച്ച അമ്മയാരാ, ഇവൻ്റെ അച്ഛനാരാ, ഇവനെ പഠിപ്പിച്ച സ്കൂൾ ഏതാണ്, ഇവൻ എവിടെ നിന്നാണ് ഈ വിദ്യാഭ്യാസം നേടിയത് എന്നൊക്കെ ചില കുട്ടികളെ കാണുമ്പോൾ നമുക്ക് തോന്നുകയില്ലേ? ഇല്ല. അപ്പം നമ്മളാരും പഠിച്ചിടത്തല്ല അവൻ പഠിച്ചതെന്നുള്ളത് തീർച്ചയല്ലേ? അറ്റ്ലീസ്റ്റ് നമ്മളെ പ്രസവിച്ച പോലെ ഒരു അമ്മ പ്രസവിച്ചതല്ല എന്ന് നമുക്ക് ബോധ്യമല്ലേ? ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നും, ചില കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടാൽ തോന്നും, എന്തടാ സാധനം. ഒരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവണം. പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനും എൻ്റെ ഭർത്താവും ചേർന്നല്ലേ ഉണ്ടാകുന്നത്, അത് ഇതുപോലെ ആവുമോ? മനസ്സിലായില്ല? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. സോ അതിൻ്റെ ആ ലോകം വേറെയാണ്, അതിൻ്റെ ഘടന വേറെയാണ്. ഒരുത്തൻ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ് കുറേ കാലം ഇരുന്നാലും, ഒരുത്തൻ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞ് കുറേ കാലം ഇരുന്നാലും, കുറേ നേരത്ത് ഇത് ഉരുണ്ടതാണെന്നും കുറേ നേരത്ത് ഇത് പരന്നതാണെന്നും, മുകളിൽ ബഹിരാകാശത്ത് നിന്നുകൊണ്ട് ഇത് നോക്കിയാൽ ഉരുണ്ടതാണെന്നും, ഭൂമിയിൽ കിളയ്ക്കുകയും പണിയുകയും ചെയ്യുമ്പോൾ പരന്നതാണെന്നും ഒക്കെ വിശ്വസിച്ചാലും, മനസ്സിലായില്ല, എങ്ങനെ വിശ്വസിച്ചാലും ജീവിതം ആർക്ക് ആനന്ദകരമാണെന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായില്ല? നിങ്ങളൊക്കെ ഭൂമി ഉരുണ്ടതാണെന്നാണ് വിശ്വസിക്കുന്നത്. സിനോട് വീട് വെക്കാൻ നേരത്ത് സ്ഫെറിക്കൽ സർഫസിലാണോ പ്ലാൻ കാണുന്നത്? 1/3 πr² ഒക്കെ വെച്ച്? ശരിയല്ല. പ്രായോഗിക തലത്തിൽ ഈ ഭൂമി പരന്നതാണ്, പരക്കാത്തിടത്ത് പരത്തിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ശരിയല്ല. അപ്പൊ നിങ്ങളുടെ പ്രായോഗിക ജ്ഞാനവും അനിഷേധ്യമായ ശാസ്ത്രജ്ഞാനവും ആ ഭൗതിക രംഗത്ത് പോലും പരസ്പര വിരുദ്ധമാണ്. ശരിയല്ല? നിങ്ങളുടെ എല്ലാ വീടുകളും തച്ചൻ വന്ന് പ്ലാൻ കണ്ടുണ്ടാക്കി തന്നതാണെങ്കിൽ റെക്റ്റാങ്കുലറാണ്. മൈ റൈറ്റ്? റെക്റ്റാങ്കുലർ അല്ലാത്തതൊക്കെ ശാസ്ത്രത്തിന് വിരുദ്ധമാണ്. പക്ഷെ ഭൂമി അതിൻ്റെ സ്വഭാവേന റെക്റ്റാങ്കുലർ അല്ല. റൈറ്റ്? വിചിത്രമല്ലേ ഈ ലോകം? വിചിത്രമല്ലേ അറിവ്? വിചിത്രമല്ലേ ചിന്തകൾ? കുഴഞ്ഞു എന്നാവുന്നേ. സമഗ്രമായി അതിൽ സ്വേച്ഛയുടെ അംശമുണ്ടാവും. കാരണം എനിക്ക് മോക്ഷം എന്നുള്ളത് പ്രാധാന്യമുള്ളതാവുകയും ബന്ധം എനിക്ക് അപ്രധാനമാവുകയും ചെയ്യുമ്പോൾ മോക്ഷത്തിനുള്ള ഇച്ഛയെന്ന മുക്തി, മോക്തുമിച്ഛ, മുമുക്ഷുത എന്ന സ്വേച്ഛയുണ്ട്. ഭൗതിക വ്യാപാരങ്ങളോടുള്ള സ്വേച്ഛയില്ലെങ്കിലും ഇതിൽ നിന്നെല്ലാം മോചനം നേടി എന്നെ സ്വതന്ത്രനാക്കുന്ന മോക്തുമിച്ഛ എന്ന മോക്ഷേച്ഛ എന്നിൽ നിലകൊള്ളുമ്പോൾ അതിൽ സ്വേച്ഛയുടെ അംശമുണ്ട്. എന്നെ മോചിപ്പിക്കുന്നത് ഞാനെന്ന സങ്കുചിതമായ സത്വരജസ് തമസ്സുകൾ ആന്തോളനം ചെയ്യുന്ന ജീവഭാവമാണ്, ഞാനതല്ല, എല്ലാം ചേർന്നതാണ് എന്ന് വരുമ്പോൾ അതിൽ മറ്റൊരുവൻ്റെ ഇച്ഛയെ അംഗീകരിക്കുന്ന പരേച്ഛയുണ്ട്. മനസ്സിലായി? ഈ എൻ്റെ ഇച്ഛയും പരേച്ഛയും അതിക്രമിക്കുന്ന ജീവസന്ധായകമായ പ്രകൃതിയുടെ ആന്തോളനങ്ങളാണ് എന്നിൽ നടക്കുന്നതെന്നും എൻ്റെ ഫ്രീവില്ലിന് പ്രസക്തിയില്ലെന്നും എൻ്റെ അബോധമാണിത് നയിക്കുന്നതെന്നും ഞാൻ അറിയുമ്പോൾ അത് അനിച്ഛയുമാണ്.
അതെ, സ്വേച്ഛയെന്നോ പരേച്ഛയെന്നോ അനിച്ഛയെന്നോ പറയാനറിയാത്ത ഒരബോധ പ്രക്രിയയാണ് വൈകാരിക സാക്ഷരതയുടെ ആന്തോളനത്തിൻ്റെ അടിസ്ഥാന തന്തു. അത് സാമൂഹ്യ ചിന്തയുടെ തലങ്ങളിൽ, പുരോഗമന ചിന്തകളുടെ തലങ്ങളിൽ, ശാസ്ത്രത്തിൻ്റെ ചിന്തകളിൽ ഇല്ലാതാകുന്നതും കവിയുടെ അടിസ്ഥാന ചിന്തകളുടെ അന്തരാളങ്ങളിൽ രൂപപ്പെടുന്നതുമാണ്. എപ്പോൾ ശാസ്ത്രം കവിതയിലേക്ക് മടങ്ങുന്നുവോ, എപ്പോൾ കവി ശാസ്ത്രകാരനാകുന്നുവോ, അപ്പോൾ മാത്രം സംജാതമാകുന്നതാണ് വൈകാരിക സാക്ഷരത. ശാസ്ത്രം വൈകാരിക സാക്ഷരതയെ കൊന്നുകളയുന്നതാണ്. Is it right? തീർച്ചയായും തീർച്ചയായും. ഞാൻ പറഞ്ഞതൊന്നും എൻ്റെ സ്വന്തമല്ല, പേറ്റന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. വല്ലവരുടെ ആയതുകൊണ്ടാണല്ലോ ഞാൻ പേറ്റന്റ് എടുക്കുന്നത്. സ്വന്തം സാധനത്തിന് പേറ്റന്റ് എടുക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം അത് എല്ലാവരുടെയും ആണല്ലോ. മനസ്സിലായില്ല? അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ആരോടെങ്കിലും വൈകാരിക സാക്ഷരത എന്നൊക്കെ പറയുന്നതിന് മുമ്പ് എന്നെ വിളിക്കണം, അനുമതി ചോദിക്കണം. പലപ്പോഴും ഞങ്ങൾ പേറ്റന്റ് എടുക്കുമ്പോൾ, സ്വാമിമാരായതുകൊണ്ട് ഞങ്ങളൊക്കെ പേറ്റന്റ് എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പോലെയല്ല. നിങ്ങൾ എടുക്കുമ്പോൾ അത് സ്വാർത്ഥത കൊണ്ട് എടുക്കുന്നതാണ്. ഞങ്ങൾ എടുക്കുമ്പോൾ ബൗദ്ധിക സ്വത്തവകാശം കശ്മലന്മാർ എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു മുൻകരുതൽ മാത്രമാണ്. മനസ്സിലായില്ല? മിസ്യൂസ് ചെയ്യാതിരിക്കാൻ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ ശിഷ്യന്മാരും ശിഷ്യൻ്റെ ശിഷ്യന്മാരും ഒന്നും കശ്മലന്മാരാവില്ലെന്നും ലോകം എപ്പോഴും കശ്മലന്മാരാണെന്നും ഞങ്ങളുടെ ചിന്തയുടെ അന്തർമണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ലോകം നാളെ ഇതെടുത്ത് കുഴപ്പത്തിൽ വരുത്താതിരിക്കാൻ, ഇതെൻ്റെ പാരമ്പര്യത്തിൽ പ്രതിഷ്ഠിക്കാൻ എൻ്റെ മക്കൾ മോശമാവില്ല, എനിക്ക് ഉറപ്പാണ്. മനസ്സിലായില്ല? അതെ, മക്കൾ മോശമാവില്ലല്ലോ, അതെൻ്റെ മക്കളല്ലേ. ഒരച്ഛനല്ലേ കേട്ടെ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണോ? അനേക ജന്മങ്ങളൊന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിലും അതിൽ തെറ്റുപറ്റില്ല. അതുകൊണ്ടാണ് പേറ്റന്റ് വരുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ വാക്കെല്ലാം ശാസ്ത്രത്തിൻ്റെതാണ്. അതൊക്കെ പൂർവന്മാർ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിലൊന്നും ഒരു പുതുമയില്ല. ലിറ്ററസി വളരെ പ്രധാനമാണ്. നിങ്ങൾ അക്ഷരം പഠിപ്പിക്കാൻ സാക്ഷരതാ മിഷനും സാക്ഷരതാ സമിതിയും ഒക്കെ ചെല്ലുമ്പോൾ സത്യത്തിൽ അവൻ്റെ വൈകാരിക സാക്ഷരത നശിപ്പിച്ച് നിങ്ങളൊരു വൈചാരിക സാക്ഷരത ഉണ്ടാക്കിക്കൊടുത്ത് അവനെ നിരക്ഷരനാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ 4 മണിക്കെത്തിയാൽ നിങ്ങൾ വാതിൽക്കലേക്ക് ഇറങ്ങി വന്ന് അല്പനേരം അവിടെ കൈവച്ച് കടത്തിവിടാതെ വർത്തമാനം പറഞ്ഞ് വേഗം സ്ഥലം വിട് എന്ന് നിങ്ങളുടെ ബോഡി കൊണ്ട് തോന്നിപ്പിച്ച് വിടുന്നത് അവനെ കൂടെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായില്ല? ശരിയല്ല. വരുമ്പോഴേ അവൻ ഒരു ഗ്ലാസ് വെള്ളം തന്നത് അവനതിൻ്റെ പ്രയോജനം കാക്ഷിക്കാതെ നിങ്ങൾക്കുണ്ടായിരുന്നിട്ട് കൂടി നിങ്ങൾക്ക് വെള്ളം തന്ന് നിങ്ങളെ സൽക്കരിച്ചത് നാളെ ആലോചിച്ച് കൊടുക്കേണ്ടതാണ് എന്നവനെ പഠിപ്പിച്ച് ഉള്ള വെള്ളം കുടിപ്പിക്കാതിരിക്കുകയാണ്. ശരിയാണ്, ശരിയാണ്. അവൻ്റെ പറമ്പിലെ കപ്പ പറിക്കുമ്പോൾ അയൽവക്കത്തുള്ള ആളുകൾ അവിടെ എത്തുമ്പോൾ അവനെ പറിച്ച കപ്പയിൽ നിന്ന് കുറേ കൊട്ടയ്ക്കകത്താക്കി അവൻ്റെ മക്കളെ തന്നെ വിളിച്ച് അവൻ്റെ തലയിൽ വെച്ചു കൊടുത്ത്, അവിടെ ആ ആളിന് വരാൻ പറ്റിയിട്ടില്ല, ഇങ്ങോട്ടെത്താൻ ഒക്കില്ല, കിടക്കുകയാണ്, വീട്ടിലൊന്നുമില്ല, ആദ്യം ഇതവിടെ കൊണ്ട് കൊടുക്ക്
എന്നിട്ട് നീ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ആ സ്വഭാവത്തിൽ ആ കിടക്കുന്നയാളിൽ നമുക്കിനി പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് അവർക്കല്ല കൊടുക്കേണ്ടത്, നാളെ പ്രയോജനം തരുന്നവന് കൊടുത്താൽ മതി എന്ന് പഠിപ്പിക്കുന്നതാണ് ഇന്ന് സാക്ഷരത. ഇസ് ഇറ്റ് എഗ്രിയബിൾ? ഇപ്പം ചുരുക്കത്തിൽ അവനെ നിരക്ഷരനാക്കുന്നു നിങ്ങൾ. ക്ഷരത്തിൽ നിങ്ങൾ വിദ്യ അഭ്യസിപ്പിക്കുന്നു, അക്ഷരത്തിലല്ല. അങ്ങനെ പദങ്ങൾ പറഞ്ഞാൽ പോലെ ഇത് കാരണജീവൻ ഒരു അറിവായി അങ്ങ് തീരുക. മറ്റതൊക്കെ നമ്മൾ അറിഞ്ഞാലും അറിവായി തീരുകയല്ല. ഇന്ത്യൻ പ്രസിഡന്റിന് ഭരണഘടന പിടിച്ച് സത്യം ചെയ്ത് അധികാരമേറ്റ ഇന്ത്യൻ പ്രസിഡന്റിന് ഇന്ത്യയുടെ ഭരണഘടനയിലെ നിയമങ്ങൾ അറിയില്ല. മനസ്സിലായില്ല? അറിയില്ല. ഒരവശ്യഘട്ടം വന്നാൽ 4 നിയമോപദേഷ്ടാക്കളെ വിളിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. അതിൽ നിന്ന് തന്നെ നിയമത്തിൻ്റെ ദുർബലത മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഒരുവന് അവൻ്റെ ബോധ്യത്തിൽ വന്നിട്ട് അവൻ്റെ സ്വഭാവമായി തീർന്നിട്ട് കർമ്മം ചെയ്യുമ്പോൾ അവനിലിരുന്നു കൊണ്ട് തടയേണ്ടതാണ് യഥാർത്ഥ നിയമം. കർമ്മം ചെയ്തു കഴിഞ്ഞ് അവനെ ശിക്ഷിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുമ്പോൾ ബുദ്ധിജീവികളിരുന്ന് ബൗദ്ധികമായ കസർത്ത് നടത്തി വെറുതെ വിടുകയോ ശിക്ഷിക്കുകയോ ചെയ്യുവാനുള്ള ഒരു നിയമം തന്നെ ഒരു മനുഷ്യൻ്റെ നിരക്ഷരതയുടെ ഏറ്റവും വലിയ വെളിച്ചമാണ്. വക്കീലന്മാർ ഒരാളെങ്കിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഞാനിതിലൊക്കെ കയറി കസറുമ്പോൾ അവരുടെയൊക്കെ ഒരു വിനയാന്വിതമായ അഭിപ്രായവും കൂടെ നല്ലതാണ്. ശരിയാണ്. Am I right, advocate? എന്ന് പറഞ്ഞാൽ ഒരു നിയമം ഒരുവന് ബോധ്യപ്പെട്ട് അവനിൽ അറിവ് അല്ലെങ്കിൽ ശാസ്താവായിരുന്ന് ശാസിക്കുന്നവനായി ആ കർമ്മവേളയിൽ നീ അത് ചെയ്യരുത് എന്ന് പ്രേരിപ്പിക്കുന്നത് നിയമവും അറിവുമാണ്. അതിനു പകരം അവൻ ചെയ്യുന്ന വേളയിൽ അവനിലിരുന്ന് ആരോ അത് ചെയ്യിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ് അവനല്ലാത്ത 2 ബുദ്ധിജീവികൾ, ഒരുത്തൻ അവൻ അനുകൂലമായും ഒരുത്തൻ അനുഭവിച്ചവൻ അനുകൂലമായും കോട്ടിട്ട് കസറി ഇവനെ ശിക്ഷിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇതിന് ശേഷം വരുന്നൊരു നിയമം പോറലുള്ളതാണ്, വികലമാണ്, മനുഷ്യ സ്വസ്ഥതയെ കെടുത്തുന്നതാണ്, മനുഷ്യൻ്റെ ആനന്ദത്തെ ഇല്ലാതാക്കുന്നതാണ്, മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ എല്ലാ വാക്കും പ്രവൃത്തിയുമാണ്. അതെ, എന്നാലും കേട്ടിട്ട് ശരിയും തെറ്റും കലർന്നതാണെന്നെങ്കിലും അതെ ആയിക്കോട്ടെ, എന്നിരുന്നാലും പൂർണ്ണമായി തെറ്റല്ല. ഇല്ല. അതുകൊണ്ടാണ് നീതി വരുമ്പോൾ ഈ പ്രശ്നമാണ്. അവിടെ ബുദ്ധിയാണ് ജയിക്കുന്നത്, നീതിയല്ല. ദാറ്റ്സ് റൈറ്റ്, അത് ശരിയാണ്. നീതിമാനായ ജഡ്ജിക്ക് പൊരുത്തപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലാണ്. അതെ, അതിന് പൊരുത്തപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലാണ് ഒരു ക്രിമിനൽ ലോയറുടെ ബുദ്ധിയെങ്കിൽ അത്രയല്ലേ ചെയ്യാൻ പറ്റൂ. കൂടുതലും അങ്ങനെയല്ലേ വരിക. അതെ, അപ്പോൾ കൂടുതലും അങ്ങനെയല്ലേ വരിക. ദാറ്റ് മീൻസ് എ ക്രിമിനൽ ലോയർ ഈസ് നോട്ട് എ ക്രിമിനൽ, ബട്ട് ഹി ഈസ് അഡ്വക്കേറ്റിംഗ് ക്രിമിനൽസ്.
അതെ, തൊഴിലെന്ന നിലയിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം. മനസാക്ഷിയെ സത്യം ആണ് പറയാൻ പോകുന്നതെന്ന് കോടതിയിൽ തൻ്റെ കക്ഷി പറയുമ്പോൾ അത് സത്യമല്ല പറയുന്നതെന്ന് കൃത്യമായി അറിയുന്ന ഒരേ ഒരാൾ ആ അഡ്വക്കറ്റായിരിക്കെ അയാൾ സത്യം ലോകത്തോട് പറഞ്ഞാൽ ഈ എല്ലാ കുറ്റകൃത്യങ്ങളും അസ്തമിക്കുന്നതാണ്. ഞാൻ അതുകൊണ്ടല്ല ചോദിച്ചു, എനിക്കിതിനകത്തൊരു രസമുള്ളത് കൊണ്ടാണ് ചോദിച്ചത്. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് നല്ലപോലെ രസമുള്ള ആളിനോടാണെന്ന് വിചാരിച്ചാ ചോദിച്ചത്. അല്ലാത്തവരോടാ ചോദിച്ചെങ്കിൽ ഇപ്പം നമ്മൾ തമ്മിൽ പല്ലും കയ്യും ഒക്കെ. അതുകൊണ്ടാണല്ലോ ഞാൻ വേറുള്ളവരാരെങ്കിലും അഡ്വക്കേറ്റ് ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനിടയിൽ എനിക്കറിയുന്ന ഒരേ ഒരാളാക്കാണ്. അതിൻ്റെ രസം എനിക്കും അങ്ങേക്കും ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്. ശരിയല്ല, സമയം 1 മണിയായെന്ന് തോന്നൂല്ലേ? 1 മണിയായെന്ന് തോന്നുന്നു. 10 മിനിറ്റ് കൂടെ ഉണ്ട്. 12 മണിക്ക് എന്ന് സംഘാടകരൊക്കെ പറഞ്ഞ് എഴുതിയും തന്നിട്ട് നമ്മളൊരു മര്യാദയില്ലാതെ ഇങ്ങനെ എൻക്രോച്ച് ചെയ്ത് പോയാൽ പിന്നെ ഒരു കാര്യം തീർച്ചയാണ്, ഈ 12 മണിക്കും മറ്റൊക്കെ നമ്മളിങ്ങനെ ഇത് കേട്ടങ്ങ് ഓടിയങ്ങ് ചെന്നാൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് അത് ഉണ്ടാക്കുന്നവർ ഈ കൃത്യസമയത്തിനുള്ളിൽ റെഡിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല 12 മണിക്ക് കൃത്യം നമ്മൾ കഴിച്ചാൽ ഒരു 3 മണിയാകുമ്പം ചിലപ്പോൾ വിശക്കുകയും ചെയ്യും. കാരണം 2 മണിക്കും 2:30ക്കും ഒക്കെ കഴിക്കുന്ന പാർട്ടികൾ ഇതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അവർ വേണ്ടത്ര കഴിക്കാതെ പോകും. ശരിയാണ്. അതുകൊണ്ടാണ് ഞാനൊരല്പം നീട്ടിയേക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു കുറിപ്പും എൻ്റെ കയ്യിൽ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നു. ആരും അറിയണ്ട, സ്വാമിജി എങ്ങനെയെങ്കിലും ഒരു 1 മണി വരെ ഒന്ന് നീട്ടണം. കാരണം ഞങ്ങളൊക്കെ കുറച്ച് താമസിച്ച് കഴിക്കുന്നവരാണ്. അവരവിടെ പാത്രം എടുത്തു വെച്ചാൽ വയറ് നിറച്ച് കഴിക്കാൻ പറ്റില്ല എന്ന് എഴുതി കൊടുത്തു വിട്ടിട്ടുണ്ട്. കൊണ്ടുവന്നയാൾ എഴുതിയതല്ല, കയ്യക്ഷരം അദ്ദേഹത്തിൻ്റെ അല്ല. അപ്പോൾ എന്നാൽ പിന്നെ സംഘാടകർ എങ്ങനെയാണെന്നറിയില്ല. അവരും ഇത് ഉർവശി ശാപ ഉപകാരം എന്ന് വിചാരിച്ച് കാണും. കാരണം എന്താ വെച്ചാൽ ആയി കാണുകയില്ല. ഇപ്പം ഏതാണ്ട് ആയി കാണും. ആയി. അപ്പോൾ നന്നായി. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് നിർത്താം.